ഓം ശാന്തി. 25/2/26 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് ദേവതയാകുന്നത്. നിങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് തൻ്റെ ബ്രാഹ്മണ ജാതിയുടെ ലഹരി ഉണ്ടായിരിക്കണം. ചോദ്യം: സത്യമായ ബ്രാഹ്മണരുടെ മുഖ്യ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: സത്യമായ ബ്രാഹ്മണരുടെ നങ്കൂരം ഈ പഴയ ലോകത്തിൽ നിന്നും ഉയർന്നിട്ടുണ്ടാകും. അവർ ഈ ലോകത്തിൻ്റെ തീരം ഉപേക്ഷിച്ചു കഴിഞ്ഞതുപോലെ. സത്യമായ ബ്രാഹ്മണൻ എന്നാൽ ആരാണോ കൈകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ബുദ്ധി സദാ ബാബയുടെ ഓർമ്മയിലിരിക്കുകയും ചെയ്യുന്നത്, അതായത് കർമ്മയോഗി ആയിരിക്കുന്നത്. ബ്രാഹ്മണൻ അർത്ഥം കമല പുഷ്പ സമാനം. ബ്രാഹ്മണൻ അർത്ഥം സദാ ആത്മാഭിമാനി ആയിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നവർ. ബ്രാഹ്മണൻ അർത്ഥം കാമമാകുന്ന മഹാശത്രുവിൻ്റെ മേൽ വിജയം പ്രാപ്തമാക്കുന്നവർ. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഏത് കുട്ടികൾക്ക്? ഈ ബ്രാഹ്മണർക്ക്. നമ്മൾ ബ്രാഹ്മണരാണ്, ദേവതയാകുന്നവരാണ് എന്നത് ഒരിക്കലും മറക്കരുത്. വർണ്ണങ്ങളെയും ഓർമ്മിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ അന്യോന്യം ബ്രാഹ്മണർ തന്നെയാണ്. ബ്രാഹ്മണരെ പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കുന്നു. ഇത് ബ്രഹ്മാവല്ല പഠിപ്പിക്കുന്നത്, ശിവ് ബാബയാണ് ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുന്നത്. ബ്രാഹ്മണരെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകാതെ ദേവീ ദേവതയാകാൻ സാധിക്കില്ല. സമ്പത്ത് ശിവ് ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ശിവ് ബാബ സർവരുടെയും പിതാവാണ്. ഈ ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നു. ലൗകിക പിതാവ് എല്ലാവർക്കുമുണ്ട്. പാരലൗകിക പിതാവിനെ ഭക്തി മാർഗത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇതാണ്, അതായത് ബ്രഹ്മാവാണ് അലൗകിക പിതാവ്. ഇദ്ദേഹത്തെ ആരും അറിയുന്നില്ല. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. ഇവിടെയും പ്രജാപിത ആദിദേവന്റെ ക്ഷേത്രമുണ്ട്. അതിനെ ചിലർ മഹാവീരൻ എന്ന് പറയുന്നു, ദിൽവാല എന്നും പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഹൃദയം കവരുന്നവൻ ശിവബാബയാണ്. പ്രജാപിത ആദിദേവ് ബ്രഹ്മാവല്ല. സർവ ആത്മാക്കൾക്കും സദാ സുഖം ഉണ്ടാക്കുന്നവൻ, അതായത് സുഖമുള്ളവരാക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ഇത് കേവലം നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ലോകത്തിൽ മനുഷ്യർ ഒന്നും തന്നെ അറിയുന്നില്ല, തുച്ഛബുദ്ധിയാണ്. നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് ശിവ് ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നത്. നിങ്ങളും ഇത് അടിക്കടി മറന്നു പോകുന്നു. ഓർമ്മ വളരെ സഹജമാണ്. യോഗം എന്ന വാക്ക് സന്യാസിമാരാണ് വെച്ചത്. നിങ്ങളാണെങ്കിൽ ബാബയെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. യോഗം സാധാരണ വാക്കാണ്. ഇതിനെ യോഗാശ്രമം എന്നും പറയുകയില്ല. കുട്ടികളും അച്ഛനും ഇരിക്കുകയാണ്. കുട്ടികളുടെ കടമയാണ് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുക. നമ്മൾ ബ്രാഹ്മണരാണ്. മുത്തച്ഛനിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാവിലൂടെ. അതിനാൽ ശിവ് ബാബ പറയുന്നു, എത്ര സാധിക്കുമോ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. ചിത്രവും വെച്ചുകൊള്ളൂ, അപ്പോൾ ഓർമ്മ നിലനിൽക്കും. ഞാൻ ബ്രാഹ്മണനാണ്, ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. ബ്രാഹ്മണൻ എപ്പോഴെങ്കിലും തൻ്റെ ജാതിയെ മറക്കുന്നുണ്ടോ? നിങ്ങൾ ശൂദ്രന്മാരുടെ കൂട്ടുകെട്ടിൽ വരുന്നതിലൂടെ ബ്രാഹ്മണത്വം മറന്നുപോകുന്നു. ബ്രാഹ്മണരാണെങ്കിൽ ദേവതമാരേക്കാൾ ഉയർന്നവരാണ്. കാരണം നിങ്ങൾ ബ്രാഹ്മണർ നോളജ്ഫുള്ളാണ്. ഭഗവാനെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നുണ്ടല്ലോ.
അതിൻ്റെയും അർത്ഥം അറിയുന്നില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ എന്താണ് എന്നിരുന്ന് നോക്കുന്നു എന്നല്ല, അങ്ങനെയല്ല. ആ ഒന്നിൽ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ നോളജുണ്ട്. ആ ഒന്ന് ബീജരൂപമാണ്. വൃക്ഷത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. ഇങ്ങനെയുള്ള ബാബയെ വളരെയധികം ഓർമ്മിക്കണം. ഇദ്ദേഹത്തിൻ്റെ ആത്മാവും ആ ബാബയെ ഓർമ്മിക്കുന്നു. ആ ബാബ പറയുന്നു, ഈ ബ്രഹ്മാവും എന്നെ ഓർമ്മിക്കും. അപ്പോഴാണ് ഈ പദവി നേടുന്നത്. നിങ്ങളും ഓർമ്മിക്കുമ്പോഴാണ് പദവി നേടുന്നത്. ആദ്യം നിങ്ങൾ അശരീരിയായി വന്നിരുന്നു, പിന്നെ അശരീരിയായി തിരിച്ചു പോകണം. മറ്റെല്ലാവരും നിങ്ങൾക്ക് ദുഃഖം നൽകുന്നവരാണ്. അവരെ എന്തിനോർമ്മിക്കണം? എന്നെ നിങ്ങൾക്ക് ലഭിച്ചു. ഞാൻ നിങ്ങളെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ദുഃഖവുമില്ല. അത് ദൈവിക സംബന്ധമാണ്. ഇവിടെ ആദ്യം ദുഃഖമുണ്ടാകുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലാണ്. കാരണം വികാരിയാകുന്നു. നിങ്ങളെ ഇപ്പോൾ ഞാൻ ആ ലോകത്തിന് യോഗ്യമാക്കി മാറ്റുന്നു. അവിടെ വികാരത്തിൻ്റെ കാര്യമില്ല. ഈ കാമം മഹാശത്രു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. ക്രോധത്തെക്കുറിച്ച് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു എന്ന് പറയുന്നില്ല. അങ്ങനെയില്ല. കാമത്തെ ജയിക്കണം. അതാണ് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നത്, പതീതമാക്കുന്നത്. പതീതം എന്ന വാക്ക് വികാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ശത്രുവിൻ്റെ മേൽ ജയം നേടണം. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗത്തിലെ ദേവീ ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ഈ നിശ്ചയം ഉണ്ടാകാത്തതുവരെയും ഒന്നും നേടുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികൾ മനസ്സ വാച കർമ്മണ ആക്യുറേറ്റ് ആകണം. പ്രയത്നമുണ്ട്. നിങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കുന്നു എന്നത് ലോകത്തിൽ ആർക്കും അറിയില്ല. മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും. വൺ വേൾഡ്, വൺ രാജ്യം, ഒരു ധർമ്മം, ഒരു ഭാഷ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. സത്യയുഗത്തിൽ ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യം, ഒരു ധർമ്മം ഉണ്ടായിരുന്നു. അതിനെ സ്വർഗം എന്ന് പറയുന്നു. രാമരാജ്യത്തെയും രാവണ രാജ്യത്തെയും ആരും അറിയുന്നില്ല. 100% തുച്ഛബുദ്ധിയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ സ്വച്ഛബുദ്ധിയാകുന്നു. നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ച് ബാബ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. കേവലം ബാബയുടെ മതമനുസരിച്ച് നടക്കൂ. ബാബ പറയുന്നു, പഴയ ലോകത്തിലിരിക്കുമ്പോൾ കമല പുഷ്പ സമാനം പവിത്രമായിരിക്കൂ. എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ആത്മാക്കളെ തന്നെയാണ് പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നത് ഈ ഓർഗൻസിലൂടെ. ആത്മാക്കളായ നിങ്ങളും ഓർഗൻസിലൂടെയാണ് കേൾക്കുന്നത്. കുട്ടികൾ ആത്മാഭിമാനിയാകണം. ഇത് പഴയ മോശമായ ശരീരമാണ്. നിങ്ങൾ ബ്രാഹ്മണർ പൂജയ്ക്ക് യോഗ്യരല്ല. നിങ്ങൾ മഹിമയ്ക്ക് യോഗ്യരാണ്. പൂജയ്ക്ക് യോഗ്യർ ദേവതമാരാണ്. നിങ്ങൾ ശ്രീമത്തിലൂടെ വിശ്വത്തെ പവിത്രവും സ്വർഗവുമാക്കുന്നു. അതിനാൽ നിങ്ങളുടെ മഹിമയുണ്ട്. നിങ്ങളുടെ പൂജ ഉണ്ടാവുക സാധ്യമല്ല. മഹിമ കേവലം ബ്രാഹ്മണരായ നിങ്ങളുടേതാണ്, ദേവതമാരുടേതല്ല. ബാബ നിങ്ങളെ തന്നെയാണ് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കുന്നത്. ജഗദംബയുടെയും ബ്രഹ്മാവിൻ്റെയും മറ്റും ക്ഷേത്രം നിർമ്മിക്കുന്നു. പക്ഷേ ഇവർ ആരാണ് എന്നത് അവർക്കറിയില്ല. ജഗത് പിതാവ് എന്നത് ബ്രഹ്മാവായല്ലോ. ബ്രഹ്മാവിനെ ദേവത എന്ന് പറയില്ല. ദേവതമാരുടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പവിത്രമായി കൊണ്ടിരിക്കുന്നു. പവിത്രമായ ശരീരമില്ല.
ഇപ്പോൾ നിങ്ങൾ ഈശ്വരൻ്റെ മതത്തിലൂടെ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും സ്വർഗത്തിന് യോഗ്യരായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സദോ പ്രധാനമാകണം. കേവലം ബ്രാഹ്മണരായ നിങ്ങളെ തന്നെയാണ് ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നത്. ബ്രാഹ്മണരുടെ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കും. ആരാണോ പക്വമാകുന്ന ബ്രാഹ്മണർ, അവർ പിന്നെ പോയി ദേവതയാകും. ഇത് പുതിയ വൃക്ഷമാണ്. മായയുടെ കൊടുങ്കാറ്റും ഏൽക്കുന്നു. സത്യയുഗത്തിൽ ഒരു കൊടുങ്കാറ്റും ഏൽക്കുന്നില്ല. ഇവിടെ മായ ബാബയുടെ ഓർമ്മയിലിരിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു ബാബയുടെ ഓർമ്മയിലിരിക്കട്ടെ, തമോയിൽ നിന്നും സദോ പ്രധാനമാകട്ടെ. മുഴുവൻ ആധാരവും ഓർമ്മയുടെ മേലാണ്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രശസ്തമാണ്. വിദേശത്തുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രാചീന യോഗം ആരെങ്കിലും വന്ന് പഠിപ്പിച്ചെങ്കിൽ എന്ന്. ഇപ്പോൾ യോഗവും 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് ഹഠയോഗി, രണ്ടാമത്തേതാണ് രാജയോഗി. നിങ്ങൾ രാജയോഗികളാണ്. ഇത് ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗമാണ്. അത് ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. കേവലം ഗീതയിൽ എൻ്റേതിനു പകരം കൃഷ്ണൻ്റെ നാമം വച്ചിരിക്കുന്നു. എത്ര വ്യത്യാസമായി പോയി. ശിവജയന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വൈകുണ്ഠത്തിൻ്റെയും ജയന്തി ഉണ്ടാകുന്നു. അതിൽ ശ്രീകൃഷ്ണൻ്റെ രാജ്യമാണ്. നിങ്ങൾക്കറിയാം ശിവബാബയുടെ ജയന്തിയുണ്ട്, അപ്പോൾ ഗീതയുടെയും ജയന്തിയുണ്ട്, വൈകുണ്ഠത്തിൻ്റെയും ജയന്തിയുണ്ട്. അതിൽ നിങ്ങൾ പവിത്രമായി മാറും. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ സ്ഥാപന ചെയ്യുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഓർമ്മിക്കാത്തത് കാരണം മായ എന്തെങ്കിലുമൊക്കെ വികർമ്മം ചെയ്യിക്കുന്നു. ഓർമ്മിച്ചില്ല, ചാട്ടയടിയേറ്റു. ഓർമ്മയിലിരിക്കുന്നതിലൂടെ ചാട്ടയടി കൊള്ളുകയില്ല. ഈ ബോക്സിംഗ് നടക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ ശത്രു ഏതെങ്കിലും മനുഷ്യനല്ല, രാവണനാണ് ശത്രു. ബാബ പറയുന്നു, ഈ സമയത്തെ വിവാഹം നാശമാണ്. അന്യോന്യം നാശം ചെയ്യുന്നു, അതായത് പതീതമാക്കി മാറ്റുന്നു. ഇപ്പോൾ പാരലൗകിക ബാബ വന്ന് ഓർഡിനൻസ് ഇറക്കിയിരിക്കുന്നു. കുട്ടികളെ, ഈ കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടൂ. പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യൂ. ആരും പതീതമാകരുത്. ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ പതീതമായി ഈ വികാരത്തിലൂടെ. അതിനാൽ കാമം മഹാശത്രു എന്ന് പറയുന്നു. സാധു സന്യാസിമാരെല്ലാം പതീത പാവന വരൂ എന്ന് പറയുന്നു. സത്യയുഗത്തിൽ പതീതരായി ആരുമുണ്ടായിരിക്കുന്നില്ല. ബാബ വന്ന് ജ്ഞാനത്തിലൂടെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും ദുർഗതിയിലാണ്. ജ്ഞാനം നൽകുന്നവനായി ആരുമില്ല. ജ്ഞാനം നൽകുന്നവൻ ഒരേ ഒരു ജ്ഞാനസാഗരമാണ്. ജ്ഞാനത്തിലൂടെയാണ് പകൽ. ജ്ഞാനമാണ് രാമൻ്റേത്, രാത്രി രാവണൻ്റേതാണ്. ഈ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം പോലും കുട്ടികളായ നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. കേവലം പുരുഷാർത്ഥത്തിൽ ദൗർബല്യമുണ്ട്. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ 84 ജന്മം പൂർത്തിയാക്കി ഇപ്പോൾ പവിത്രമായി തിരിച്ചു പോകണം. നിങ്ങൾക്ക് ശുദ്ധ അഹങ്കാരമുണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കൾ ബാബയുടെ മതമനുസരിച്ച് ഈ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സ്വർഗത്തിൽ പിന്നെ രാജ്യം ഭരിക്കും. എത്ര പ്രയത്നിക്കുമോ അത്രയും പദവി നേടും. ഒന്നുകിൽ രാജാവും റാണിയുമാകൂ, അല്ലെങ്കിൽ പ്രജയാകൂ. രാജാവും റാണിയും എങ്ങനെയാണ് ആകുന്നത് അതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫോളോ ഫാദർ എന്ന് പാടപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കാര്യമാണ്. ലൗകിക ബന്ധത്തെക്കുറിച്ചല്ല പറയുന്നത്. ഈ ബാബ മതം നൽകുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും.
നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നു, വളരെ പേരുടെ സേവനം ചെയ്യുന്നു. കുട്ടികൾ ബാബയുടെ അടുക്കൽ വരുമ്പോൾ ശിവ ബാബയും ജ്ഞാനത്തിലൂടെ രസിപ്പിക്കുന്നു. ഇദ്ദേഹവും പഠിക്കുന്നുണ്ടല്ലോ. ശിവബാബ പറയുന്നു, ഞാൻ വരുന്നത് രാവിലെയാണ്. ശരി, പിന്നീട് ആരെങ്കിലും കൂടിക്കാഴ്ച നടത്താൻ വരികയാണെങ്കിൽ ഇദ്ദേഹം മനസ്സിലാക്കിച്ചു കൊടുക്കില്ലേ? ബാബ അങ്ങ് വന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, ഞാൻ മനസ്സിലാക്കിക്കുകയില്ല എന്ന് പറയുമോ? ഇത് വളരെ ഗുപ്തവും ഗുഹ്യവുമായ കാര്യങ്ങളാണല്ലോ. എനിക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ശിവബാബ മാത്രമാണ് മനസ്സിലാക്കിക്കുന്നതെന്നും ഇദ്ദേഹം മനസ്സിലാക്കിക്കുന്നുണ്ടാകില്ല എന്നും നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു? കഴിഞ്ഞ കൽപ്പത്തിൽ ഇദ്ദേഹം മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ പദവി നേടിയത് എന്നതും അറിയുന്നുണ്ട്. മമ്മയും മനസ്സിലാക്കിക്കുമായിരുന്നല്ലോ. മമ്മയും ഉയർന്ന പദവി നേടുന്നു. മമ്മയും ബാബയെയും സൂക്ഷ്മവദനത്തിൽ കാണുന്നു. അപ്പോൾ കുട്ടികൾ ഫാദറിനെ ഫോളോ ചെയ്യണം. സറണ്ടർ ആകുന്നതും ദരിദ്രരാണ്. ധനികർക്കാകുവാൻ സാധിക്കില്ല. ദരിദ്രർ തന്നെയാണ് പറയുന്നത്, ബാബ ഇതെല്ലാം അങ്ങയുടേതാണ്. ശിവ് ബാബയാകട്ടെ ദാതാവാണ്. ബാബ ഒരിക്കലും എടുക്കുന്നില്ല. കുട്ടികളോട് പറയുന്നു, ഇതെല്ലാം നിങ്ങളുടേതാണ്. ഞാൻ എനിക്ക് വേണ്ടി കൊട്ടാരം ഇവിടെയോ അവിടെയോ ഉണ്ടാക്കുന്നില്ല. നിങ്ങളെയാണ് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നത്. ഇപ്പോൾ ഈ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കണം. ക്ഷേത്രത്തിൽ പോയി പറയുന്നു, എൻ്റെ സഞ്ചി നിറയ്ക്കൂ എന്ന്. പക്ഷേ സഞ്ചി നിറയ്ക്കേണ്ടത് എപ്രകാരം, ഏത് വസ്തുവിൻ്റേതാണ്? സഞ്ചി നിറയ്ക്കുന്നത് ലക്ഷ്മിയാണ്. ആ ഒന്ന് പൈസ നൽകുന്നു. ശിവന്റെ അടുക്കൽ പോകുന്നില്ല, ശങ്കറിൻ്റെ അടുക്കൽ പോയി പറയുന്നു. ശിവനും ശങ്കറും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ബാബ വന്ന് സത്യമായ കാര്യം പറഞ്ഞു തരുന്നു. ബാബ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയണം, തൊഴിലും ചെയ്യണം. ഓരോരുത്തരും തനിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ചോദിക്കുന്നു. ബാബ നമുക്ക് ഈ കാര്യത്തിൽ കള്ളം പറയേണ്ടി വരുന്നു. ബാബ ഓരോരുത്തരുടെയും നാടി നോക്കി നിർദ്ദേശം നൽകുന്നു. കാരണം ബാബയ്ക്കറിയാം, ഞാൻ പറഞ്ഞിട്ട് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശം എന്തിനു നൽകണം? നാടി നോക്കിയ ശേഷം ചെയ്യാൻ സാധിക്കുന്ന നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആജ്ഞ അനുസരിക്കാത്തവരുടെ ലൈനിൽ വന്നു പോകും. ഓരോരുത്തർക്കും അവരവരുടേതായ കണക്കുണ്ട്. സർജൻ ഒന്ന് തന്നെയാണ്. ആ ഒന്നിൻ്റെ അടുക്കൽ വരേണ്ടി വരും. ആ ഒന്ന് പൂർണ്ണമായും നിർദ്ദേശം നൽകുന്നു. എല്ലാവരും ചോദിക്കണം, ബാബ ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബാബ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ സ്വർഗവാസിയാകാൻ പോകുന്നവരാണ്. ഇപ്പോൾ നമ്മൾ സംഗമവാസിയാണ്. നിങ്ങളിപ്പോൾ നരകത്തിലുമല്ല സ്വർഗത്തിലുമല്ല. ആരെല്ലാമാണോ ബ്രാഹ്മണരാകുന്നത് അവരുടെ നങ്കൂരം ഈ മോശമായ ലോകത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. നിങ്ങൾ കലിയുഗി ലോകത്തിൻ്റെ തീരം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ചില ബ്രാഹ്മണർ ഓർമ്മയുടെ യാത്രയിൽ തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ കുറവാണ്. ചിലർ കൈ ഉപേക്ഷിക്കുന്നു, അതായത് വീണ്ടും കലിയുഗത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം, തോണിക്കാരൻ നമ്മളെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്ര അനേകം പ്രകാരത്തിലുള്ളതാണ്. നിങ്ങളുടേത് ഒരേ ഒരു യാത്രയാണ്. ഇത് തികച്ചും വേറിട്ട യാത്രയാണ്. കൊടുങ്കാറ്റ് വരുന്നു, അത് ഓർമ്മയെ ഇല്ലാതാക്കുന്നു. ഈ ഓർമ്മയുടെ യാത്രയെ നല്ല രീതിയിൽ ഉറപ്പിക്കൂ, പ്രയത്നിക്കൂ.
നിങ്ങൾ കർമ്മയോഗിയാണ്. എത്ര സാധിക്കുമോ കൈകൾ കാര്യം ചെയ്യട്ടെ, ഹൃദയം ഓർമ്മിക്കട്ടെ. പകുതി കൽപ്പം പ്രിയതമമാരായ നിങ്ങൾ പ്രിയതമനെ ഓർമ്മിച്ചു വന്നു. ബാബ, ഇവിടെ വളരെയധികം ദുഃഖമാണ്. ഇപ്പോൾ നമ്മളെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കൂ. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. നിങ്ങൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിയിരുന്നത്, ഇപ്പോൾ പാഴാക്കിയിരിക്കുന്നു. ഭാരതം സ്വർഗമായിരുന്നു. അതിനാലാണ് പ്രാചീന ഭാരതം എന്ന് പറയുന്നത്. ഭാരതത്തിന് തന്നെയാണ് വളരെയധികം മാന്യത നൽകുന്നത്. ഏറ്റവും വലുതുമാണ്, ഏറ്റവും പഴയതുമാണ്. ഇപ്പോഴാണെങ്കിൽ ഭാരതം എത്ര ദരിദ്രമാണ്. അതിനാൽ എല്ലാവരും ഭാരതത്തെ സഹായിക്കുന്നു. അവർ മനസ്സിലാക്കുന്നു നമ്മുടെ അടുക്കൽ വളരെയധികം ധാന്യങ്ങൾ ഉണ്ടാകും, എവിടെ നിന്നും ചോദിക്കേണ്ടി വരില്ല. എന്നാൽ ഇത് നിങ്ങൾക്കറിയാം, വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. എക്സിബിഷനിൽ എത്ര പേർ വരുന്നു? പറയുന്നു നിങ്ങൾ സത്യമാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ബാബയിൽ നിന്നും സമ്പത്ത് നേടണം എന്നത് മനസ്സിലാക്കണം. ഇത് ബുദ്ധിയിലിരിക്കുന്നില്ല. ഇവിടെ നിന്നും പുറത്തിറങ്ങി തീർന്നു. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഗർഭജയിലുമില്ല, ആ ജയിലിലേക്കും പോകുന്നില്ല. ഇപ്പോൾ ജയിലിലേക്കുള്ള യാത്രയും എത്ര സഹജമായി കഴിഞ്ഞു. പിന്നെ സത്യയുഗത്തിൽ ഒരിക്കലും ജയിലിൻ്റെ മുഖം കാണാൻ പോലും കിട്ടില്ല. 2 ജയിലും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയെല്ലാം ഈ മായയുടെ പുറംമൂടിയാണ്. വലിയ വലിയ ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുന്നു. ഇന്ന് വളരെയധികം മാന്യത നൽകിക്കൊണ്ടിരിക്കുന്നു. നാളെ മാന്യത തന്നെ സമാപ്തമായി. ഇന്ന് ഓരോ കാര്യവും വളരെ വേഗത്തിലാകുന്നു. മരണവും ക്വിക്കായി നടന്നുകൊണ്ടിരിക്കും. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്നില്ല. മുന്നോട്ട് പോകവേ നോക്കണം എന്താണ് ഉണ്ടാകുന്നത്. വളരെ ഭയങ്കരമായ സീനാണ്. കുട്ടികളായ നിങ്ങൾ സാക്ഷാത്കാരവും കണ്ടു. കുട്ടികൾക്ക് മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ശരി, മധുരമധുരമായ സീഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മനസ്സ വാച കർമ്മണ വളരെ വളരെ ആക്യുറേറ്റ് ആകണം. ബ്രാഹ്മണനായ ശേഷം ശൂദ്രന്മാരുടെ യാതൊരു കർമ്മവും ചെയ്യരുത്. ബാബയിൽ നിന്നും ഏതൊരു നിർദ്ദേശമാണോ ലഭിക്കുന്നത് അതിലൂടെ പരിപൂർണമായും നടന്ന് ആജ്ഞ അനുസരിക്കുന്നവരാകണം. കർമ്മയോഗിയായി ഓരോ കർമ്മവും ചെയ്യണം. സർവരുടെയും സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കണം. വരദാനം: ഡബിൾ ലൈറ്റ് ആയി കർമാതീത അവസ്ഥ അനുഭവിക്കുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഏതുപോലെ കർമ്മത്തിൽ വരുന്നത് സ്വാഭാവികം ആയിക്കഴിഞ്ഞു, അതേപോലെ കർമാതീതം ആകുന്നതും സ്വാഭാവികം ആകണം. ഇതിനു വേണ്ടി ഡബിൾ ലൈറ്റ് ആയിരിക്കൂ. ഡബിൾ ലൈറ്റ് ആയിരിക്കുന്നതിനായി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും സ്വയം ട്രസ്റ്റിയായി മനസ്സിലാക്കൂ. ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഈ 2 കാര്യങ്ങളുടെയും അറ്റൻഷൻ വയ്ക്കുന്നതിലൂടെ സെക്കൻഡിൽ കർമാതീതവും സെക്കൻഡിൽ കർമ്മയോഗിയുമായി മാറും. നിമിത്തമാത്രമായി കർമ്മം ചെയ്യുന്നതിനു വേണ്ടി കർമ്മയോഗിയാകൂ. പിന്നെ കർമാതീത അവസ്ഥ അനുഭവിക്കൂ. സ്ലോഗൻ: ആരുടെ ഹൃദയം വിശാലമാണോ അവർക്ക് അസംഭവ്യമായ കാര്യം പോലും
സംഭവ്യമായി മാറും. അവ്യക്ത സൂചന ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. താങ്കളിൽ എന്തെല്ലാം വിശേഷതകളുണ്ടോ അതിനെ മുന്നിൽ വയ്ക്കൂ, ദൗർബല്യങ്ങളെ അല്ല. അപ്പോൾ സ്വയം തന്നിൽ വിശ്വാസം ഉണ്ടായിരിക്കും. ദൗർബല്യങ്ങളുടെ കാര്യത്തെ കൂടുതൽ ചിന്തിക്കരുത്. അപ്പോൾ സദാ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രാക്ടിക്കലിൽ അനേകം ദേശങ്ങളാണ്, അനേകം ഭാഷകളാണ്, അനേകം രൂപ നിറങ്ങളാണ്. എന്നാൽ അനേകതയിലും എല്ലാവരുടെയും ഹൃദയത്തിൽ ഏകതയുണ്ടല്ലോ. കാരണം ഹൃദയത്തിൽ ഒരു ബാബയാണുള്ളത്. ഒരു ശ്രീമത്തനുസരിച്ച് നടക്കുന്നവരാണ്. അനേകം ഭാഷകൾ ഉള്ളവരാണെങ്കിൽ പോലും മനസ്സിൻ്റെ ഗീതം, മനസ്സിൻ്റെ ഭാഷയും ഒന്നാണ്. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ
അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവ ഗുണങ്ങളുടെയും
സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ്ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.